ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് 2 സക്സസ്. അപ്പോൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ട്. സ്റ്റെപ്പ് 2 സക്സസ്സുമായി ഓടിവാ മക്കളെ, കയറിപ്പോയ. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ലോഹസങ്കരങ്ങളാണ്. 10th ലെവൽ +2 ലെവൽ എക്സാമിനൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു മേഖലയാണ് ഈ ലോഹസങ്കരങ്ങൾ അല്ലേ. അപ്പോൾ എങ്ങനെയാ നോക്കുമല്ലേ? ഓക്കെ, പിച്ചള അഥവാ ബ്രാസ്, കോപ്പറും സിങ്കുമാണ്. പിച്ചള അഥവാ ബ്രാസ്. ഓക്കെ, അപ്പോൾ എന്താ ഇതിൻ്റെ പിച്ചള, ഓട് എന്നീ വാക്കുകളൊക്കെ അറിയാതെ ബ്രാസ്, ബ്രോൺസ് മാത്രം അറിയുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ മക്കളെ. മലയാളത്തിലെ പരീക്ഷ വരുന്നത് കൊണ്ട് പിച്ചളയും ഓട് ഒന്ന് കൂടെ ചേർത്ത് പിടിച്ചോളണേ. പിച്ചള, കോപ്പർ, സിങ്ക് കൂടെ പഠിച്ചു വെക്കോളെ. ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ പറഞ്ഞ എല്ലാ ലോഹസങ്കരങ്ങളും നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവണം, ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. വരുന്ന പ്രിലിംസ് എല്ലാം ക്ലിയർ ചെയ്യണം, മെയിൻസ് നമുക്ക് എല്ലാം കിട്ടിയിരിക്കണം. റാങ്ക് ലിസ്റ്റ് വരും, ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ഒരു സന്തോഷം തോന്നണം, റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിലേറെ സന്തോഷം തോന്നണം. പിന്നെ നമ്മൾ എപ്പോഴാണ് അടിപൊളിയായിട്ട് സന്തോഷിക്കാനിരിക്കുന്നത്? അഡ്വൈസ് വരുമ്പോഴും, റെഡി മുമ്പ് വരുമ്പോഴും, പിന്നെ ജോയിൻ ചെയ്യാൻ പോകുന്നൊരു ദിവസം ഒന്ന് മനസ്സിൽ ചിന്തിച്ചേ മക്കളെ. അപ്പോൾ ഹാപ്പി അല്ലേ? ഓടിവാ. യെസ്. അപ്പോൾ പിച്ചള, കോപ്പർ, സിങ്ക്. ഓട് കോപ്പറും ടിന്നുമാണ്. ഓടുമ്പോൾ നമ്മൾ തറയിൽ കിടക്കുന്ന ടിന്നിനെയൊക്കെ തട്ടിമറിച്ചിട്ട് ഓടത്തില്ലേ? ഇല്ലേ? അപ്പോൾ അതാണ് ഓട്. അപ്പോൾ ടിന്ന് ഓർത്താൽ മതി. കോപ്പറും സിങ്കും, പിന്നെ അതിനകത്ത് ഏതിനകത്ത് ടിന്ന് വരുമെന്നുള്ളതിൽ നമ്മൾ കൺഫ്യൂഷൻ ആവുക. അപ്പോൾ എന്താണ്? ഓടുമ്പോൾ ടിന്ന് തട്ടും, തറയിൽ കിടക്കുന്ന ടിന്ന് തട്ടും എന്ന് ഓർത്താൽ മതി. ഓട് കോപ്പറും ടിന്നുമാണ്. ഡ്യൂറാലുമിൻ, കോപ്പർ, അലുമിനിയം, മെഗ്നീഷ്യം, മാംഗനീസ്. ഡ്യൂറാലുമിൻ എന്താണ്? വിമാനത്തിന്റെ പാർട്ടുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഡ്യൂറാലുമിൻ. കോപ്പർ, അലുമിനിയം, മെഗ്നീഷ്യം, മാംഗനീസ്. ഓക്കെ, ഗൺമെറ്റലിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? എൽഡിയുടെ സ്ഥിരം ചോദ്യമാണ് കേട്ടോ. ഗൺമെറ്റലിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പർ, ടിൻ, സിങ്ക്. ഗൺമെറ്റലിൽ കോപ്പർ, ടിൻ, സിങ്ക്. നാലെണ്ണം ഒന്നുകൂടെ പറയട്ടെ. പിച്ചള, കോപ്പർ, സിങ്ക്. എൻ്റെ പൊന്നു മക്കളെ, ഇങ്ങനെ വെറുതെ ഇരിക്കാതെ കൂടെ പറയടാ. ഓക്കെ, കോപ്പർ, സിങ്ക്, പിച്ചള, കോപ്പർ, സിങ്ക്. ഓട് അഥവാ ബ്രോൺസ്, കോപ്പർ, ടിൻ. ഡ്യൂറാലുമിൻ, കോപ്പർ, അലുമിനിയം, മെഗ്നീഷ്യം, മാംഗനീസ്. ഗൺമെറ്റൽ, കോപ്പർ, ടിൻ, സിങ്ക്. ബ്രിട്ടാനിയം, ടിൻ, കോപ്പർ, ആന്റിമണി. ബ്രിട്ടാനിയത്തിൽ എന്തൊക്കെയാ? ടിന്ന്, കോപ്പർ, ആന്റിമണി. ഇനി നിക്രോം എന്തൊക്കെയാ? നിക്കൽ, ഇരുമ്പ്, ക്രോമിയം. നിക്രോം, നിക്കൽ, ഇരുമ്പ്, ക്രോമിയം. ഫ്യൂസ് വയർ എന്തൊക്കെയാ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ? ടിന്നും ലെഡുമാണ്. ഫ്യൂസ് വയർ എന്തൊക്കെയാ? ടിന്നും ലെഡ്. ഫ്യൂസ് പോയതുപോലെ ഇരിക്കല്ലേ, ചാർജ് ആവ്. കാരണം എന്തുവാ മക്കളെ, എനിക്ക് ഉടനെ പരീക്ഷ വരുമല്ലയോ എന്ന്. ഓക്കെ, അപ്പൊ ഫ്യൂസ് വയർ, ടിന്ന്, ലെഡ്. സിലുമിൻ, സിലിക്കൺ, അലുമിനിയം. അതിൽ തന്നെ ഉണ്ടല്ലേ? അലുമിനിയം, സിലിക്കണും അലുമിനിയം. സിലുമിൻ എന്താണ്? സിലിക്കണും അലുമിനിയവുമാണ്. ഈ പാർട്ട് ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ ഞാൻ. പിച്ചള, കോപ്പർ, സിങ്ക്. ഓട് അഥവാ ബ്രോൺസ്, കോപ്പർ, ടിന്ന്. ഓട് ടിന്ന് ഓടുമ്പോൾ ടിന്ന് തട്ടി. ഓക്കെ, ഡ്യൂറാലുമിൻ, കോപ്പർ, അലുമിനിയം, മാഗ്നീഷ്യം, മാംഗനീസ്. ഗൺമെറ്റൽ, കോപ്പർ, ടിന്ന്, സിങ്ക്. ബ്രിട്ടാനിയം, ടിൻ, കോപ്പർ, ആന്റി. അപ്പോൾ എന്താണ്? ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഓർക്കാമല്ലോ അല്ലെ? ആന്റി കോപ്പറിന്റെ ടിന്നിനകത്ത് ബ്രിട്ടാനിയ ഇട്ട് വെച്ചിരുന്ന് ഓർത്താലും മതി. കോപ്പറിന്റെ ടിന്നില്ലേ പഴയ ചില പഴയ പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്ന കോപ്പറിന്റെ ടിന്നില്ലേ കിട്ടുന്നത്. അപ്പം അമ്മാതിരിയുള്ള ഒരു ടിന്നിനകത്ത് ആന്റി എന്തിട്ട് വെച്ചു എന്ന് ഓർത്താൽ മതി. കോപ്പർ ടിന്നിനകത്ത് ബ്രിട്ടാനിയ ആന്റി എടുത്ത് വെച്ചു എന്ന് ഓർത്താൽ മതി, നമ്മൾ കഴിക്കാണ്ടിരിക്കാനായിട്ട്. ഓക്കെ, അപ്പം നിക്കൽ, ഇരുമ്പ്, ക്രോമിയം അതും കിട്ടും. ഫ്യൂസ് വയർ, ടിന്ന്, ലെഡ്. സിലുമിൻ, സിലിക്കൺ, അലുമിനിയം. സെറ്റ്. ഓക്കെ, യെസ്. ഇലക്ട്രം എന്തൊക്കെയാ? ഗോൾഡും സിൽവർ. ഗോൾഡ് റേറ്റൊക്കെ ഇത് എങ്ങോട്ടാ കയറി പോകുന്നല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? ഗോൾഡ്, സിൽവർ. അപ്പൊ ഇലക്ട്രം, ഗോൾഡ്, സിൽവർ ആണ്. ജർമ്മൻ സിൽവർ ഏതൊക്കെ? അതും എൽഡിയുടെ ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജർമ്മൻ സിൽവർ കോപ്പർ, സിങ്ക്, നിക്കൽ എന്നിവ ചേർന്നാണ് ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത്. ഇലക്ട്രം ആണെങ്കിലോ ഗോൾഡും സിൽവറും. ഇലക്ട്രം, ഗോൾഡ്, സിൽവർ ആണ്. ജർമ്മൻ സിൽവർ ആണെങ്കിലോ കോപ്പർ, സിങ്ക്, നിക്കലാണ്. ഓക്കെ, അടുത്ത എന്താ? റോസ് മെറ്റൽ. ബിസ്മത്ത്, ലെഡ്, ടിൻ, കാഡ്മിയം. ചേർന്നതാണ് റോസ് മെറ്റൽ. അപ്പൊ റോസ് മെറ്റൽ, ബിസ്മത്ത്,
ലെഡ്, ടിൻ, കാഡ്മിയം എന്നിവ ചേർന്നതാണ് റോസ് മെറ്റൽ. ഒന്നുകൂടെ പറയട്ടെ, റോസ് മെറ്റൽ ഏതൊക്കെയാ? ബിസ്മത്ത്, ലെഡ്, ടിൻ, കാഡ്മിയം. എടോ ഞാനിത് കഴിഞ്ഞ LD പരീക്ഷകളിൽ നിന്നുള്ള, അതായത് നമ്മുടെ 10th ലെവലില്ലേ LD എക്സാമുകളിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിനകത്ത് പല ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടിയ കുറച്ച് ലോഹസങ്കരങ്ങൾ സെറ്റാണ് കേട്ടോ എടുത്തത്. ഇത്രയും മാത്രമൊന്നുമല്ല ഉള്ളത്, ഒത്തിരി ഉണ്ട്. എന്നാൽ കൂടുതൽ ചോദിച്ചിട്ടുള്ള കുറച്ച് സെറ്റാണ് ഞാൻ ഈ ക്ലാസ്സിൽ നമുക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ റോസ് മെറ്റൽ, ബിസ്മത്ത്, ലെഡ്, ടിൻ, കാഡ്മിയം. ഇനി ടൈപ്പ് മെറ്റൽ, ഇതൊക്കെ റെയർ ആയിട്ട് ഈ ടൈപ്പ് മെറ്റലൊക്കെ ചോദിച്ചു. ടൈപ്പ് മെറ്റൽ, ന്യൂട്ടൺ മെറ്റലൊക്കെ 1-2 ക്വസ്റ്റ്യനിൽ മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈപ്പ് മെറ്റൽ കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. ടൈപ്പ് മെറ്റൽ ഏതൊക്കെയാടാ? കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. ടൈപ്പ് മെറ്റൽ കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. ടൈപ്പ് മെറ്റൽ ഏതൊക്കെയാ? കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. ടൈപ്പ് മെറ്റൽ കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. ഏതാ? ടൈപ്പ് മെറ്റൽ. എന്നാൽ ന്യൂട്ടൺ മെറ്റൽ ഏതൊക്കെയാ? ന്യൂട്ടൺ മെറ്റൽ ഏതൊക്കെയാ? ബിസ്മത്ത്, ലെഡ്, ടിൻ എന്നിവയാണ്. ന്യൂട്ടൺ മെറ്റലില് ബിസ്മത്ത്, ലെഡ്, ടിൻ. ആരാ ഈ ന്യൂട്ടൺ? ആരാ ഈ ഐസക് ന്യൂട്ടൺ? ഓക്കെ, എന്തിന്റെ പിതാവാ? ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഐസക് ന്യൂട്ടൺ. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാ? അതാരാ? ഈ സമയം C². പറഞ്ഞേ, അറിയത്തില്ല. അപ്പൊ ഒന്ന് കമന്റ് ചെയ്തോ കേട്ടോ. അപ്പൊ ആധുനിക ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇനി എന്തിനാ പ്രത്യേകിച്ച് കമന്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്? ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പൊ എന്താ? ന്യൂട്ടൺ മെറ്റൽ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ഐസക് ന്യൂട്ടൺ. ആധുനിക ഭൗതിക ശാസ്ത്രം. ഈ പലപ്പോഴും ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് കണ്ടിട്ട് നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ ചാടി കുത്തി അങ്ങ് പോവും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചത്. ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഭൗതിക ശാസ്ത്രം കിട്ടില്ലടാ, ഫിസിക്സ്. ഓക്കെ, പിതാവ് ആരാന്ന് ചോദിച്ചാൽ ഐസക് ന്യൂട്ടൺ. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന കാര്യം ഒന്ന് ഓർത്തോ. ഒന്നുകൂടെ ഈ ഭാഗം ഒന്ന് പറയട്ടെ ഞാൻ. ഇലക്ട്രം, ഗോൾഡ്, സിൽവർ. ഇലക്ട്രം, ഗോൾഡ്, സിൽവർ. ജർമ്മൻ സിൽവർ ആണെങ്കിലോ കോപ്പർ, സിങ്ക്, നിക്കൽ. കോപ്പർ, സിങ്ക്, നിക്കൽ. റോസ് മെറ്റൽ, ബിസ്മത്ത്, ലെഡ്, ടിൻ, കാഡ്മിയം. ബിസ്മത്ത്, ലെഡ്, ടിൻ, കാഡ്മിയം. റോസ് മെറ്റൽ. ടൈപ്പ് മെറ്റൽ ആണെങ്കിലോ കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. ന്യൂട്ടൺ മെറ്റൽ ആണെങ്കിലോ ബിസ്മത്ത്, ലെഡ്, ടിൻ. ബിസ്മത്ത്, ലെഡ്, ടിൻ. സെറ്റാണോ കുഞ്ഞുങ്ങളെ? സെറ്റ് ആണെങ്കിൽ ഒരു തവണ കൂടെ ഞാൻ പറയും, എൻ്റെ കൂടെ ഇങ്ങ് പറഞ്ഞോളണം. ഞാൻ വേണമെങ്കിൽ എന്ന് വെച്ചോ, കണ്ണൊക്കെ ഒന്ന് മൂടി വെച്ചോ കേട്ടോ. ഈ വീഡിയോയിലൊന്നും നോക്കണ്ട, വീഡിയോ മൊബൈൽ എടുത്ത് എവിടെയെങ്കിലും വെച്ചോ. എന്നിട്ട് എന്ത് ചെയ്യും? എൻ്റെ കൂടെ ഒന്ന് പറ, ഞാൻ പറയുന്നത് കേട്ടൊന്ന് പറയടാ. അപ്പോൾ പിച്ചള, കോപ്പർ, സിങ്ക് കിട്ടിയേ. പിച്ചള, കോപ്പർ, സിങ്ക്. ഓട്, കോപ്പർ, ടിൻ. ഓട്, കോപ്പർ, ടിൻ കിട്ടിയേ. ഓക്കെ, ഡ്യൂറാലുമിൻ, കോപ്പർ, അലുമിനിയം, മാഗ്നീഷ്യം, മാംഗനീസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഗൺമെറ്റൽ, കോപ്പർ, ടിൻ, സിങ്ക്. കോപ്പർ, ടിൻ, സിങ്ക്. ബാക്കി ഞാൻ ഇങ്ങോട്ടേക്ക് പോവാണേ. റോസ് മെറ്റൽ, ബിസ്മത്ത്, ലെഡ്, ടിൻ, കാഡ്മിയം. ബിസ്മത്ത്, ലെഡ്, ടിൻ, കാഡ്മിയം. ടൈപ്പ് മെറ്റൽ കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. കോപ്പർ, ടിൻ, ലെഡ്, ആന്റിമണി. ന്യൂട്ടൺ മെറ്റൽ ബിസ്മത്ത്, ലെഡ്, ടിൻ. ബിസ്മത്ത്, ലെഡ്, ടിൻ. സെറ്റ്. അപ്പൊ മെറ്റൽ എല്ലാം ശരിയായില്ലേ? അപ്പൊ ബ്രിട്ടാനിയം, ടിൻ, കോപ്പർ, ആന്റിമണി. ടിൻ, കോപ്പർ, ആന്റിമണി. ഈ ഓസ്കാർ ശില്പം നിർമ്മിക്കുന്ന ഏത് മെറ്റൽ കൊണ്ടാണ്? ബ്രിട്ടാനിയം കൊണ്ടാണ് അല്ലെ ഓസ്കാർ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നിക്രോം, നിക്കൽ, ഇരുമ്പ്, ക്രോമിയം. ഫ്യൂസ് വയർ, ടിൻ, ലെഡ്. ഫ്യൂസ് വയർ, ടിന്ന്, ലെഡ് ആണ്. ഡ്യൂറാലുമിൻ, സിലിക്കൺ, അലുമിനിയം. ഡ്യൂറാലുമിൻ, സിലിക്കൺ, അലുമിനിയം. ഇലക്ട്രം എന്തൊക്കെ ചേർന്നതാ? ഗോൾഡും സിൽവറും ചേർന്ന. ഇലക്ട്രം, ഗോൾഡും സിൽവറും. ജർമ്മൻ സിൽവർ ആണെങ്കിലോ കോപ്പർ, സിങ്ക്, നിക്കലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ റോസ് മെറ്റൽ, ടൈപ്പ് മെറ്റൽ, ന്യൂട്ടൺ മെറ്റലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പഠനം തീവ്രതയിലല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക, നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണോ? അഥവാ അല്ല എന്ന് തോന്നുന്നെങ്കിൽ എന്ത് ചെയ്യുക? വളരെ പെട്ടെന്ന് ഓടിച്ചാടി കയറുക മക്കളെ. ഉറപ്പായിട്ട് നിങ്ങളെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.